PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അതിൽ കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും ഈ 3 സമയങ്ങളിലും SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അതുപോലെ ടോപ്പിക് വൈസ് ക്ലാസ്. ദെൻ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച തന്നെ 3ഉം കൂടെ കവർ ചെയ്ത് വരുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ രാത്രി 8 മണിക്ക് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. അതായത് നമ്മൾ കാലത്ത് 6 മണി മുതൽ 12 മണി വരെ പഠിക്കുന്ന GK പോർഷൻസ്, ആ ഭാഗത്തു നിന്നും PSC 2021 മുതൽ 24 വരെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് ലൈവായിട്ട്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കലാകായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗം ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് 6 ക്ലാസ്സുകൾ ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഫോളോ ചെയ്യുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. റിവിഷൻ ടൈമിൽ നിങ്ങൾക്ക് ഈ നോട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മാത്സിൽ ബേസിക് മാത്സ് ഉണ്ടല്ലോ, ബേസിക് മാത്സിൽ യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കൊക്കെ ആക്കാനായിട്ട് അറിയാത്തവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ആൻസർ. ഒരുപാട് പേർക്ക് കൺഫ്യൂഷനാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യൂണിറ്റ് കൺവേർഷൻ ഉണ്ടല്ലോ, ഈ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുക, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കുക, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുക, അങ്ങനെ കുറേ അധികം യൂണിറ്റ് കൺവേർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഒറ്റ ക്ലാസ്സിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടായിട്ട് ഒരു 2-3 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ച് സെറ്റാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബേസിക് മാത്സ് യൂണിറ്റ് കൺവേർഷൻ്റെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് തോന്നി. കാരണം നമ്മൾ എന്ത് പ്രോബ്ലംസ് ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അത് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമ്മൾ നോക്കുന്നത് സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കുന്നതും മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് പറയുന്നത്. കണക്ക് അത്യാവശ്യം അറിയുന്നവർ ഇത് കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടും മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടും ആക്കുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മനസ്സിലാക്കണം. സെൻറ്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നുള്ളത്. എത്ര സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്? സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലൊക്കെ സ്കെയിൽ കാണും അല്ലേ, സ്കെയിൽ. അപ്പോൾ അത് എത്ര സെൻറ്റിമീറ്ററിൻ്റെ ആണ്? ചെറിയ സ്കെയിൽ ആണെങ്കിൽ 15 സെൻറ്റിമീറ്ററിൻ്റെ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്ററിൻ്റെ വലിയ സ്കെയിൽ, അത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ് അല്ലേ. അപ്പോൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററുകൾ ചേർന്നതാണ് എന്ത്? ഒരു മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 100 സെൻറ്റിമീറ്ററുകൾ ചേർന്നതാണ് ഒരു മീറ്റർ. ഈ ഒരു കണക്ഷൻ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ എത്ര മീറ്റർ ആയിക്കോട്ടെ സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യം ഒരു കോളത്തിൽ എഴുതി വയ്ക്കുക. 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് ഒരു മീറ്റർ. പഠിച്ചല്ലോ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അതും ഒരു കോളത്തിലാക്കി എഴുതി വയ്ക്കുക. നമ്മൾ ഒരു ചെറിയ യൂണിറ്റിനെ വലുതിലോട്ട് മാറ്റുമ്പോൾ, ചെറിയ യൂണിറ്റ് ഇവിടെ ഏതാണ്? ചെറിയ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. വലുത് ഏതാണ്? മീറ്റർ ആണ്. അപ്പോൾ ഒരു ചെറിയ യൂണിറ്റിനെ വലുതിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ഹരിക്കണം. ഓക്കെ, ചെറുതിനെ വലുതിലോട്ട് മാറ്റാൻ ഹരിക്കണം. വലുതിനെ ചെറുതിലോട്ടാണ് മാറ്റേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഈ ഒരു കാര്യം കൂടെ നമ്മളൊരു ബോക്സിലാക്കിയിട്ട് എഴുതി വയ്ക്കാം. ഈ ഒരു കാര്യം നമുക്ക് യൂണിറ്റ് കൺവേർഷൻ ചെയ്യുമ്പോൾ എല്ലായിടത്തും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വലുതാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹരിക്കണം. ചെറുതാക്കി മാറ്റാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഗുണിക്കണം. ഏതിനെയാണ് ഗുണിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഈ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ. അപ്പോൾ ഈ 100 കൊണ്ടാണ് നമ്മൾ ഈ ഹരിക്കേണ്ടതും ഗുണിക്കേണ്ടതും. വലിയ യൂണിറ്റ് ആക്കണമെങ്കിൽ 100 കൊണ്ട് ഹരിക്കണം, ചെറിയ യൂണിറ്റ് ആക്കണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കുക, ഈ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്
ഒരു മീറ്റർ ആയിട്ട് മാറണമെങ്കിൽ നമ്മളിവിടെ എത്ര കൊണ്ടായിരിക്കും ഹരിച്ചിട്ടുണ്ടാവുക? യൂണിറ്റ് മാത്രം ആദ്യം നോക്കുക. ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ മീറ്റർ ആണ്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കുക. സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ യൂണിറ്റ് ആണ്, മീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ യൂണിറ്റ് ആണ്. അപ്പോൾ ചെറുതിനെ വലുതിലോട്ടാക്കാൻ എന്താണ് ചെയ്യുന്നത്? ഹരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ 100നെ എന്തോ ഒന്നുകൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഈ 1 മീറ്റർ എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്നത്. 100നെ എത്ര കൊണ്ട് ഹരിച്ചാലാണ് 1 കിട്ടുക? ഏതൊരു സംഖ്യയെയും അതേ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക, അല്ലേ? 5/5 ആണ് 1, 10/10 ആണ് 1, 1000/1000 ചെയ്താൽ 1 കിട്ടും, 7/7 ചെയ്താൽ നമുക്ക് 1 കിട്ടും, അല്ലേ? ഏതൊരു സംഖ്യയും അതേ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക, അല്ലേ? അപ്പോൾ ഈ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആവാനായിട്ട് നമ്മൾ ഈ 100നെ എത്ര കൊണ്ട് ഹരിക്കണം? 100 കൊണ്ട് തന്നെ ഹരിച്ചാലാണ് ഈ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആയിട്ട് മാറാം. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയാം. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാണ് മാറ്റേണ്ടത്. അതായത് ഇത് ചെറിയ യൂണിറ്റ്, ഇത് വലിയ യൂണിറ്റ്. ചെറുതിനെ വലുതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. എത്ര കൊണ്ട് ഹരിക്കണം? ഈ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആവണം. അപ്പോൾ ഈ 100 പോയിട്ട് 1 ആവണമെങ്കിൽ 100നെ എത്ര കൊണ്ട് ഹരിച്ചാലേ പറ്റുള്ളൂ? 100 കൊണ്ട് ഹരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 100/100 ആകുമ്പോഴാണ് നമുക്ക് 1 മീറ്റർ കിട്ടിയത്. ഈ ഒരു ബന്ധം മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കുക, 200 സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം, അല്ലേ? 200 സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ പഠിച്ച റിലേഷൻ എന്താണ്? 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്, അല്ലേ? നമ്മൾ പറഞ്ഞു ചെറിയ യൂണിറ്റിനെ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാണ് മാറ്റേണ്ടത്. ചെറുതിനെ വലുതാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വലുതാക്കുമ്പോൾ നമ്മൾ ഹരിക്കണം, അല്ലേ? ഹരിക്കണം. എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? ഈ 100 കൊണ്ട്, അല്ലേ? 100 ആണ് നമ്മുടെ കൺവേർഷൻ ഫാക്ടർ. ഇവിടെ 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പോൾ ഈ 100 കൊണ്ട് എന്ത് ചെയ്യണം? ഹരിക്കണം, അല്ലേ? അപ്പോൾ 200നെ 100 കൊണ്ട് ഹരിക്കുക, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? 200 സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കണം, സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കുക. ചെറുതിനെ വലുതിലോട്ടാക്കുമ്പോൾ ഹരിക്കണം. എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? നമ്മുടെ ഈ 100 കൊണ്ട് ഹരിക്കണം. നമ്മൾ നേരത്തെ ചെയ്ത ഓർമ്മയുണ്ടല്ലോ, 100നെ 100 കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് 1 മീറ്റർ എന്ന് കിട്ടിയത്, അല്ലേ? 100 സെൻറ്റിമീറ്ററിന് 100 കൊണ്ട് ഹരിച്ചപ്പോൾ. അതുപോലെ അപ്പോൾ 200 സെൻറ്റിമീറ്ററിന് എന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് അത് എത്ര മീറ്റർ ആണെന്ന് കിട്ടുക. അപ്പോൾ 200നെ 100 കൊണ്ട് എങ്ങനെയാണ് ഹരിക്കുക? 200 ഇവിടെ ഉണ്ട്, /100 ചെയ്താൽ 0യും ക്യാൻസലായി പോയി. 2/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇല്ലെങ്കിൽ ഇത് എളുപ്പമുള്ളതാണ്. കാരണം എന്താണ്? 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 200 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ന്റെ ഇരട്ടി, 2 മീറ്റർ. അങ്ങനെയും കണ്ടുപിടിക്കാം, അല്ലേ? അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ പ്രോബ്ലംസ് എടുത്തത് കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കാം, 750 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ മീറ്റർ ആണ്, അല്ലേ? അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാണ് മാറ്റേണ്ടത്. അതായത് ചെറുതിനെ വലുതാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഹരിക്കണം, അല്ലെ? ചെറുതിനെ വലുതാക്കാൻ എന്ത് ചെയ്യണം? ഹരിക്കണം. എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 100 കൊണ്ട്. അപ്പോൾ ഈ 750 എന്നുള്ളതിനെ 100 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 0യും ക്യാൻസലായി പോയി. 75/10. നമ്മൾ ഈ 10 കൊണ്ടും 100 കൊണ്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? 10 കൊണ്ട് ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടാം. 10ന് ഒരു 0 ആണ് ഉള്ളത്, അപ്പോൾ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ 75ന് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക എന്ന് പറയുമ്പോൾ 7.5 മീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? കിട്ടിയില്ലേ? അടുത്തത് നോക്കാം, 1625 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെയും നോക്കുക, യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്, നമുക്ക് മാറ്റേണ്ടത് മീറ്ററിലോട്ടാണ്. അപ്പോൾ ചെറിയ യൂണിറ്റിനെ, സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ചെറുതല്ലേ, ചെറിയ യൂണിറ്റിനെ വലുതിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? ഹരിക്കണം. എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഈ 1625നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 100 കൊണ്ട് ഹരിക്കാൻ സൈഡിൽ എഴുതി ഹരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമുക്കറിയാം 100 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ മതി, അല്ലേ? 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ 1625 2 സ്ഥാനം നീക്കുക എന്ന് പറയുമ്പോൾ 5 2 കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം, അല്ലേ? അപ്പോൾ 16.25 പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം വേണം, അല്ലേ? ഇവിടെ 2 0 ആയതുകൊണ്ട്. അപ്പോൾ 16.25 മീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക.
ഓക്കെ ആണല്ലോ. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആണ്, മീറ്റർ എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ ചെറുതിനെ വലുതിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ ഹരിക്കണം. എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പോൾ നമ്മൾ 100 സെൻറ്റിമീറ്റർ കൊണ്ട് അല്ലെ 100 കൊണ്ടാണ് നമ്മൾ ഹരിക്കേണ്ടത്. തന്നിട്ടുള്ള ചോദ്യത്തിൽ എത്രയാണോ നമ്പർ അതിനെ 100 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, 100 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി അല്ലെ. ഏതൊരു സംഖ്യയും 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാനായിട്ട് പഠിച്ചു അല്ലേ. ഇനി മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കുക, 3 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ എഴുതി 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആവുന്നത് 100നെ അതുകൊണ്ട് ഹരിച്ചപ്പോഴാണെന്ന്. അപ്പോൾ ഇവിടെ 100 സെൻറ്റിമീറ്റർ ഉണ്ടല്ലേ. അപ്പോൾ ഈ 100 സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിൽ ഈ 100 അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എന്താവും? ഇത് 1 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഈ 1 മീറ്റർ എന്ന് പറയുന്നതിനെ ഇൻറ്റു ഈ 100 ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഈ 100 സെൻറ്റിമീറ്റർ കിട്ടുക അല്ലേ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്ററിന് അവിടെ നിർത്തി ഈ 100 അങ്ങോട്ട് പോകുമ്പോൾ 1 മീറ്റർ ഇൻറ്റു 100 ആവും അല്ലേ. അപ്പോൾ ആ മീറ്ററിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെൻറ്റിമീറ്റർ കിട്ടുന്നത് അല്ലേ. ഇതിൽ നിന്നും ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ. അപ്പം 1 മീറ്ററിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 100 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 3 മീറ്റർ സെൻറ്റിമീറ്ററിലേക്കൊക്കെ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം അല്ലേ. ഇവിടെ 3 m എന്ന് പറഞ്ഞാൽ എന്താണ്? 3 മീറ്റർ. ഈ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 m എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു m ആണെന്ന് വിചാരിക്കുക. m എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ ആണ്, അതായത് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ചെയ്താൽ എന്തായി? നമ്മുടെ ആൻസറായി. അപ്പോൾ 3 മീറ്റർ എന്ന് പറയുമ്പോൾ 3നെ ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലേ. 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇവിടെ 3 മീറ്റർ ആയതുകൊണ്ട് 3 മീറ്റർ ഇൻറ്റു 100 ചെയ്താൽ സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ 3 ഇൻറ്റു 100 എത്രയാണ്? 300 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്തത് നോക്കുക, 25 മീറ്റർ. 25 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കണം അല്ലെ. എപ്പോഴും നമ്മൾ പഠിച്ചു ചെറുതാക്കണം. മീറ്റർ എന്ന് പറയുന്നത് വലുതാണ്, സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റ് ആണ്. അപ്പോൾ വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഗുണിക്കണം അല്ലേ. എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? നമ്മുടെ സെയിം 100 കൊണ്ട് തന്നെയാണ് ഗുണിക്കേണ്ടത്. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ, അതാണ് നമ്മുടെ കണക്ഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ ചെറുതിനെ വലുതാക്കാൻ ഹരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക, മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വലുതിനെ ചെറുതാക്കുക അല്ലെ. മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കുക. മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കുക എന്ന് പറയുമ്പോൾ ചെറിയ യൂണിറ്റ് ആക്കുക. ചെറിയ യൂണിറ്റ് ആക്കുമ്പോൾ നമ്മൾ ഗുണിക്കണം. എത്ര കൊണ്ട്? 100 കൊണ്ട്. അപ്പോൾ തന്നിട്ടുള്ളതിനെ 100 കൊണ്ട് ഗുണിക്കുക. 25 ഇൻറ്റു 100 എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു സംഖ്യയും 100 കൊണ്ട് 10 കൊണ്ടും 1000 കൊണ്ടൊക്കെ ഗുണിക്കാൻ ഈസിയാണ്. എന്താണ് ആ സംഖ്യയോടൊപ്പം അത്രയും 0 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. 25 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 25ൻ്റെ കൂടെ 2 0 കൂടി ഇട്ട് കൊടുത്താൽ 2500 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. അടുത്തത് നോക്കുക, 6.25 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഗുണിക്കണം അല്ലേ. മീറ്റർ എന്ന് പറയുന്നത് വലിയ യൂണിറ്റ് ആണ്, സെൻറ്റിമീറ്റർ ചെറുതാണ്. വലുതിനെ ചെറുതിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഗുണിക്കണം. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 100 കൊണ്ട്. അപ്പോൾ 6.25 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ പോയിന്റ് ഉള്ളതാണ്. അപ്പോൾ ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് ഗുണിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. പോയിന്റ് ഇല്ലാതെ ഈ സംഖ്യകൾ അങ്ങോട്ട് ഗുണിച്ചെഴുതുക. അപ്പോൾ 625നെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 625 എന്ന് എഴുതി ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 2 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, ദശാംശ സംഖ്യകൾ ഗുണിക്കുമ്പോൾ പോയിന്റ് ഇല്ലാതെ ആദ്യം ഗുണിച്ചു. എന്നിട്ട് ചോദ്യത്തിൽ എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 സ്ഥാനമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. 1 2 2 0 കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുമ്പോൾ 625 എന്ന് കിട്ടി. അപ്പോൾ 625 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കുക, 0.5 മീറ്റർ ഈസ് ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളതാണ്. 0.5 മീറ്റർ. മീറ്റർ വലിയ യൂണിറ്റ് ആണ്, സെൻറ്റിമീറ്റർ ചെറിയ യൂണിറ്റ് ആണ്. അപ്പോൾ വലുതിനെ ചെറുതിലോട്ട് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 0.5 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് ഗുണിക്കുക? പോയിന്റ് ഇല്ലാണ്ട് ഗുണിക്കുക. അപ്പോൾ 5 ഇൻറ്റു 100 ചെയ്താൽ 500 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യുക? ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണ് ഉള്ളത് അല്ലേ. 5 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക അല്ലേ. അപ്പോൾ
പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം വേണം. അപ്പോൾ 50 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് ആക്കുക എന്ന് പറയുമ്പോൾ ചെറിയ യൂണിറ്റിലോട്ട് മാറ്റണം. ചെറുതിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഗുണിക്കണം. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 100 കൊണ്ട് ഗുണിക്കണം. ഇനി വലുതിലോട്ട് മാറ്റണമെങ്കിൽ ഹരിക്കണം. എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 100 കൊണ്ട് ഹരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാനും മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കാനും പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. മീറ്ററിനെ കിലോമീറ്ററിലോട്ടും കിലോമീറ്ററിനെ മീറ്ററിലോട്ടും മാറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറഞ്ഞു. ഇനി മീറ്ററും കിലോമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താണ്? കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വലുതല്ലേ അല്ലേ? അപ്പോൾ നമുക്ക് 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്നുള്ള റിലേഷൻ പഠിച്ചു വയ്ക്കാം. ഓക്കെ, 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. അപ്പോൾ മീറ്റർ എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റ് ആണ്, ഇവിടെ കിലോമീറ്റർ ആണ് വലിയ യൂണിറ്റ് അല്ലേ? 1000 മീറ്റർ എന്ന് പറയുന്നതാണ് 1 കിലോമീറ്റർ. അപ്പോൾ മീറ്റർ എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റും കിലോമീറ്റർ വലിയ യൂണിറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച അതേ റിലേഷൻ ഇവിടെയും അറിഞ്ഞിരിക്കണം. ചെറുതിൽ നിന്നും വലുതിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? വലുതിലോട്ട് മാറ്റണമെങ്കിൽ ഹരിക്കണം, ചെറുതിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ഗുണിക്കണം. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഇവിടെ 1000 മീറ്റർ ആണ് അല്ലെ? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുന്നത് എത്ര കൊണ്ടാണ്? 1000 കൊണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഗുണിക്കുന്നത് ഹരിക്കുന്നത് 1000 കൊണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. അവിടെ 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ എന്നതുകൊണ്ട് നമ്മൾ 100 കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്തു. ഇവിടെ 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ടാണ് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്തത്. വലുതിലോട്ട് മാറ്റുമ്പോൾ ചെറിയ യൂണിറ്റിൽ നിന്നും വലിയ യൂണിറ്റിലോട്ട് മാറ്റുമ്പോൾ ഹരിക്കണം, ചെറിയ യൂണിറ്റിലോട്ട് മാറ്റുമ്പോൾ ഗുണിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കുറച്ച് നമ്പേഴ്സ് ചെയ്തു നോക്കാം. ഇവിടെ നോക്കുക, 2000 മീറ്റർ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? ഓക്കെ, 2000 മീറ്റർ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കണം വിചാരിക്കാം. അപ്പോൾ ഇവിടെ മീറ്റർ ചെറിയ യൂണിറ്റ് ആണ്, ഇവിടെ കിലോമീറ്റർ വലിയ യൂണിറ്റ് ആണ്. അപ്പോൾ ചെറുതിനെ വലുതിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? ഹരിക്കണം. എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 1000 കൊണ്ട് അല്ലേ? അപ്പോൾ ഈ 2000നെ 1000 കൊണ്ട് ഹരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 3 പൂജ്യങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ബാക്കി 2/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കിലോമീറ്റർ. അപ്പോൾ 2000 മീറ്റർ എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ മീറ്ററിനെ കിലോമീറ്ററിലോട്ടാണ് മാറ്റുന്നത്. ചെറിയ യൂണിറ്റിൽ നിന്നും വലിയ യൂണിറ്റിലോട്ട് മാറ്റാൻ നമ്മൾ ഹരിക്കണം. അപ്പോൾ ഈ റിലേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അടുത്തത് നോക്കാം. ഇതാ ഇത്രയുണ്ട്. ഒറ്റ 10, 100, 1000, 10000, ലക്ഷം അല്ലേ? അപ്പോൾ 5,86,000 അല്ലേ? 5,86,000 മീറ്റർ ആണ്. അത് എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ എത്ര കിലോമീറ്റർ ആണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലോട്ടാണ് മാറ്റുന്നത്, മീറ്ററിനെ കിലോമീറ്ററിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഹരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 1000 കൊണ്ട് ഹരിക്കണം. ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ 3 പൂജ്യം ഈ 3 പൂജ്യം കട്ടായിപ്പോയി. ബാക്കി എന്താണുള്ളത്? 586/1 എന്ന് പറഞ്ഞാൽ 586 കിലോമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. അടുത്ത നോക്കാം. 574 മീറ്റർ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? എന്ത് ചെയ്യണം? മീറ്ററിനെ കിലോമീറ്ററിലോട്ടാണ് ആക്കുന്നത്. അപ്പോൾ ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലോട്ടാക്കാൻ ഹരിക്കണം. എത്ര കൊണ്ട് ഹരിക്കണം? 1000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഏതൊരു സംഖ്യയും 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 10 കൊണ്ടാണെങ്കിൽ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. 2 അതായത് 100 കൊണ്ടാണെങ്കിൽ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. 1000 കൊണ്ട് എന്ന് പറയുമ്പോൾ 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. അപ്പോൾ 574 അതുപോലെ എഴുതി, എന്നിട്ട് 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. അപ്പോൾ 1, 2, 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടും. അപ്പോൾ 0.574 കിലോമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 1000 മീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുക. അപ്പോൾ നമുക്ക് ചെറിയ യൂണിറ്റിനെ വലുതിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ഹരിക്കുക, 1000 കൊണ്ട് ഹരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കിലോമീറ്ററിനെ മീറ്ററിലോട്ടാക്കുന്നത് കൂടെ നോക്കാം. ഇവിടെ നോക്കുക, 2 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വലിയ യൂണിറ്റ് ആണ്, മീറ്റർ എന്ന് പറയുമ്പോൾ ചെറിയ യൂണിറ്റ് ആണ്. അപ്പോൾ വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഗുണിക്കണം. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 1000 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ 2 ആണ്. അപ്പോൾ അതിനെ 1000 കൊണ്ട് ഗുണിക്കുക. 2 × 1000 എന്ന് പറയുമ്പോൾ എന്താണ്?
2ൻ്റെ കൂടെ 3 പൂജ്യം ഇടുക. അതായത് 2000 മീറ്റർ അല്ലേ, 2000 മീറ്റർ എന്ന് വന്നു. അപ്പോൾ 2 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 2000 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇത് ഓർത്തിരിക്കാനായിട്ട്, ഇനിയിപ്പോൾ ഗുണിക്കലാണോ ഹരിക്കലാണോ എന്ന് കൺഫ്യൂഷൻ വരാതായി ഇരിക്കാനായിട്ട് ഇവിടെ കിലോമീറ്റർ എന്നാണല്ലേ, കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നോക്കാം, ഇപ്പം നമ്മുടെ യൂട്യൂബിലെ ചാനലൊക്കെ എടുത്ത് നോക്കിയാൽ ഇവിടെ വ്യൂ നമുക്ക് എഴുതി കാണിക്കും അല്ലേ. 1K വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 വ്യൂ എന്നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. അല്ലേ, യൂട്യൂബിലൊരു വീഡിയോ കണ്ടാൽ എത്ര വ്യൂ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 10K വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 10,000 വ്യൂ ആണ് എന്നറിയാം അല്ലേ. അപ്പോൾ 25K വ്യൂ എന്ന് പറഞ്ഞാൽ 25,000 വ്യൂ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് 1K എന്ന് പറഞ്ഞാൽ 1000, അതായത് 1 × 1000. 10K എന്ന് പറഞ്ഞാൽ 10 × 1000 ആണ് 10,000 അല്ലേ. 25K എന്ന് പറഞ്ഞാൽ 25 × 1000 ആണ് 25,000 ആണല്ലോ. അപ്പോൾ ഈ K എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. K എന്ന് എഴുതി കാട്ടിയാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസിലൊക്കെ 1000 ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ 2 കിലോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 2K എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, 1741 കിലോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 1741 അങ്ങനെ എഴുതി. K എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ആണ്. അപ്പോൾ × 1000 അത്രയും മീറ്റർ ആണ്. ഓക്കെ, ഈ മീറ്റർ അതുപോലെ എഴുതുക. അപ്പോൾ 1741 × 1000 മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1741ൻ്റെ കൂടെ 3 പൂജ്യം കൂടെ ചേർത്ത് അത്രയും മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ K എന്ന് പറയുന്നത് 1000 ആണ് എന്ന് അറിയുമെങ്കിൽ നമുക്ക് ഈ രീതിയിലും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ചെറുതാക്കണമെങ്കിൽ ഗുണിക്കണം, വലുതാക്കണമെങ്കിൽ ഹരിക്കണം എന്നുള്ളത് ആ ഒരു കൺഫ്യൂഷൻ വരുന്നവരുണ്ടെങ്കിൽ ഈ കിലോമീറ്ററിൻ്റെ കണക്കൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നോക്കുക, 1.5 കിലോമീറ്റർ, 1.5 × K എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ആണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 1.5 × 1000 ഈ മീറ്ററിനെ അതുപോലെ എഴുതാം. ഓക്കെ, അപ്പോൾ 1.5 × 1000 എന്ന് പറയുമ്പോൾ ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് ഗുണിക്കുന്നത്? ദശാംശം ഇല്ലാണ്ട് ഗുണിക്കുക. 15 × 1000 എന്ന് പറയുമ്പോൾ 15,000. അതിനുശേഷം പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനം. അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1500 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ K എന്ന് പറയുന്നത് 1000 ആണ്, നമ്മുടെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കിത് മറക്കാതെ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 1K എന്ന് പറഞ്ഞാൽ 1000 ആണ്, 10K എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അപ്പോൾ 1.5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1.5 × K എന്ന് പറയുമ്പോൾ × 1000 ചെയ്യാം, അത്രയും മീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കിലോമീറ്ററിനെ മീറ്ററിലോട്ടാക്കുന്നതെന്ന് പഠിച്ചു അല്ലേ. മീറ്ററിനെ കിലോമീറ്ററിലോട്ടാക്കുന്നതും കിലോമീറ്ററിനെ മീറ്ററിലോട്ടാക്കുന്നതും നമ്മൾ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് കിട്ടിയില്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഗ്രാമിനെ കിലോഗ്രാമിലോട്ടും കിലോഗ്രാമിനെ ഗ്രാമിലോട്ടും മാറ്റുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അത്യാവശ്യം കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഈസി ആയിട്ട് അറിയുന്നൊരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ എങ്കിലും നോക്കുക, അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഗ്രാമും കിലോഗ്രാമും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ആദ്യം എഴുതി വെക്കുക അല്ലേ. എന്താണ്? 1000 ഗ്രാമാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ 1/2 കിലോ എന്ന് പറയുമ്പോൾ അവർ എത്രയാണ് തൂക്കി തരിക? 500 ഗ്രാമിൻ്റെ കട്ടയാണ് എടുത്ത് വെക്കുക അല്ലേ. 1/2 കിലോ എന്ന് പറയുമ്പോൾ 500 ഗ്രാം. 1/2 കിലോ 500 ഗ്രാം ആണെങ്കിൽ 1 കിലോ എത്രയാണ്? 1000 ഗ്രാമാണ്. അത് നമുക്ക് എന്താണ് മനസ്സിലാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ 1/2 കിലോ വാങ്ങിക്കുമ്പോൾ 500 ഗ്രാം വയ്ക്കും. 600 ഗ്രാം സാധനം ഉണ്ടെങ്കിൽ 500 ഗ്രാമിൻ്റെയും 100 ഗ്രാമിൻ്റെയും കട്ടി എടുത്ത് വെക്കും അല്ലേ. അപ്പോൾ 700 ഗ്രാമിൻ്റെ ആണെങ്കിൽ 500ൻ്റെയും 200ൻ്റെയും വയ്ക്കും. 1000 ഗ്രാമിൻ്റെ സാധനം എന്ന് പറഞ്ഞിട്ട് 1000 ഗ്രാമിൻ്റെ ഒരു കട്ടി എടുത്ത് വെക്കുമോ? ഇല്ല. 1000 ഗ്രാമിൻ്റെ സ്ഥാനത്ത് 1 kg എന്ന് പറയുന്ന കട്ടയാണ് എടുത്ത് വെക്കുക അല്ലേ. അപ്പോൾ 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റൂൾ ഇവിടെയും വേണം. എന്താണ്? വലിയ യൂണിറ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. ചെറിയ യൂണിറ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഓക്കെ, വലിയ യൂണിറ്റിലോട്ട് മാറ്റാൻ ഹരിക്കണം, ചെറിയ യൂണിറ്റിലോട്ട് മാറ്റാൻ ഗുണിക്കണം. അപ്പം ഇത് നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എങ്കിലും അതൊന്ന് മനസ്സിൽ വെക്കാം. കാരണം എന്താണ്? നമുക്ക് എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത് ഹരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇതാണ്. അപ്പോൾ ആ ഒരു എന്താണ് ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗ്രാമിനെ കിലോഗ്രാമിലോട്ടും കിലോഗ്രാമിനെ ഗ്രാമിലോട്ടും മാറ്റുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കുക, 500 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? നമുക്കറിയാം 1/2 കിലോയാണെന്ന്. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കണ്ടേ അല്ലേ. ഇപ്പം പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ ശരിയാവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ 500 ഗ്രാം എന്ന് പറയുന്നത്
എത്ര കിലോഗ്രാമാണ്? ഇവിടെ ഗ്രാമാണ്, ഇവിടെ കിലോഗ്രാമാണ്. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റണം അല്ലേ? അപ്പോൾ ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 1000 കൊണ്ട് ഹരിക്കണം. 1000 ഗ്രാം ആണല്ലോ 1 കിലോഗ്രാം. അപ്പോൾ 500നെ 1000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 500 ഗ്രാം ഡിവൈഡഡ് ബൈ 1000. 500 കൂടെ വെട്ടിപ്പോകും അല്ലേ? 500 ഒരു പ്രാവശ്യം, 1000 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പോൾ 1/2. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? അര കിലോ ആണ് 500 ഗ്രാം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അടുത്തത് നോക്കാം. 145 ഗ്രാം. 145 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? അപ്പോൾ ഇവിടെ ഗ്രാം ചെറുതാണ്, കിലോഗ്രാം എന്ന് പറഞ്ഞാൽ വലുതാണ്. അപ്പോൾ ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലോട്ട് മാറ്റാൻ ഹരിക്കണം. എത്ര കൊണ്ട് ഹരിക്കണം? 1000 കൊണ്ട് ഹരിക്കണം. അപ്പം നമ്മളിവിടെ 1000 കൊണ്ട് ഹരിക്കുന്നു. 1000 കൊണ്ട് ഹരിക്കാൻ പാടുണ്ടോ? 145/1000. സൈഡിലൊന്നും ചെയ്യേണ്ട. ഇവിടെ 3 പൂജ്യമാണ്. അപ്പോൾ 3 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ 145 അതുപോലെ എഴുതി 1, 2, 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. അപ്പോൾ പോയിന്റ് 145 കിലോഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കാം. 250 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? അത്യാവശ്യം അറിയുന്നവർ പറയും 250 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/4 കിലോ അല്ലേ? അതിലിപ്പോൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തു വരുന്നത്? ഗ്രാമാണ്, ഇവിടെ കിലോഗ്രാം ആണ്. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ അല്ലെങ്കിൽ ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലോട്ട് മാറ്റാൻ ഹരിക്കണം. എത്ര കൊണ്ട് ഹരിക്കണം? 1000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 0 ഈ 0 കട്ടയിൽ പോയി. ബാക്കി 25/100. 25നെ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടുക അല്ലേ? 25/100. അപ്പം 25 എഴുതി 2 സ്ഥാനം 1, 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. അപ്പോൾ 0.25 kg എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാണ് അല്ലേ? 1/4 കിലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ താഴേക്ക് വെട്ടിക്കളയാണെങ്കിൽ 25ൽ 25 ഒരു പ്രാവശ്യം, 100ൽ 25 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അതായത് 1/4 kg. ഇങ്ങനെ എഴുതിയാലും എന്താണ്? 1/4 കിലോ തന്നെയാണ്. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. ഓക്കെ, ഇങ്ങനെ ഈ പോയിന്റ് നീക്കി ഇങ്ങനെ സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാലും ഇങ്ങനെ ബൈ ഫോമിൽ എഴുതിയാലും എന്ത് തന്നെയാണ്? ആൻസർ സെയിം തന്നെയാണ് അല്ലേ? 1/4 എന്ന് പറയുന്നത് 0.25 ആണ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലോട്ട് ആക്കി മാറ്റാനായിട്ട് നമ്മൾ ഹരിക്കണം. എത്ര കൊണ്ട് ഹരിക്കണം? 1000 കൊണ്ട് ഹരിക്കണം. അത് ഗ്രാം ആയതുകൊണ്ട് 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ? സെൻറ്റിമീറ്ററിൻ്റെ കേസിൽ എന്തായിരുന്നു? 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. അപ്പോൾ 100 ഉണ്ടായിരുന്നു ഹരിക്കുകയും ഗുണിക്കുകയും ചെയ്തത്. ഇവിടെ 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അതുകൊണ്ട് 1000 കൊണ്ട് ഗുണിക്കുകയും 1000 കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് ആക്കാൻ പഠിച്ചു. ഇനി കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കാം. 2 kg 2 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ്? അപ്പോൾ ഇവിടെ നമുക്ക് വലിയ യൂണിറ്റ് ആണ്, ഇവിടെ ചെറുതാണ്. വലുതിനെ ചെറുതിലോട്ട് മാറ്റാൻ ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? 2നെ 1000 കൊണ്ട് ഗുണിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 ആണ്. 2K വ്യൂ എന്ന് പറഞ്ഞാൽ 2000 വ്യൂ ആണ്. 10K വ്യൂ എന്ന് പറഞ്ഞാൽ 10000 വ്യൂ ആണ്. അതറിയാത്തവരില്ലല്ലോ. അപ്പോൾ അതറിയുമെങ്കിൽ നമുക്ക് 2K ഗ്രാം എന്ന് പറയുമ്പോൾ 2K എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 1000 ആണ് അല്ലെ? അത്രയും ഗ്രാം. 2K ഗ്രാം എന്ന് പറയുമ്പോൾ 2 × 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 2000 ഗ്രാം. അങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ. അപ്പോൾ കിലോഗ്രാമും കിലോമീറ്ററൊക്കെ വരുമ്പോൾ ആ കെയുടെ സ്ഥാനത്ത് 1000 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എം ആണെങ്കിലും ഗ്രാം ആണെങ്കിലും അതുപോലെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? കെയുടെ സ്ഥാനത്ത് 1000 ഇട്ട് കൊടുക്കുക. ഇവിടെ നോക്കുക. 1.5 kg. ഇവിടെ കിലോഗ്രാം ആണ്, ഇവിടെ ഗ്രാം ആണ്. അപ്പോൾ വലുതിനെ ചെറുതിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 1000 കൊണ്ട് ഗുണിക്കണം. അപ്പം നമ്മൾ 1.5 × 1000 ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? 1.5 × K ആണ്. 1.5 × K എന്ന് പറയുമ്പോൾ 1000 ആണ്. ഇവിടെ ഗ്രാം ജി ഉണ്ട്, അതുപോലെ എഴുതി. ഓക്കെ, അപ്പോൾ 1.5 × 1000. അപ്പോൾ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ ദശാംശ സംഖ്യകൾ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യണം? 1.5 എന്നുള്ളതിൽ നിന്നിപ്പോൾ 3 പൂജ്യം അല്ലേ? അപ്പോൾ ദശാംശ സംഖ്യ ഇല്ലാതെ നമ്മൾ ഗുണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പോയിന്റ് കഴിഞ്ഞാൽ എത്ര സ്ഥാനമുണ്ട്? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണ്. അപ്പോൾ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 1500 ഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ് ആൻസർ? 1500 ഗ്രാം ആണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കാം. 205 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ് എന്നുള്ളതാണ്. ഓക്കെ, 205 കിലോഗ്രാം എത്ര ഗ്രാമാണ്? അപ്പോൾ ഒന്നുകിൽ കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റണം, വലുതിനെ ചെറുതിലോട്ട് മാറ്റണം. അപ്പം നമുക്ക് ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം?
1000 കൊണ്ട് ഗുണിക്കണം. ഇല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? 205 kg ആണ്. ഈ കെയുടെ സ്ഥാനത്ത് 1000 ഇട്ട് കൊടുക്കുക, ഗ്രാം അതുപോലെ എഴുതുക. അപ്പോൾ 205 × 1000 എന്ന് പറയുമ്പോൾ എന്താണ്? 205ൻ്റെ കൂടെ 1000 ആയതുകൊണ്ട് 3 0 കൂടെ ഇട്ട് കൊടുത്താൽ അത്രയും ഗ്രാമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റുന്നത്, കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റുന്നത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. വലുതാക്കാനാണെങ്കിൽ, ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റ് ആക്കാനാണെങ്കിൽ ഹരിക്കുക, വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കാനാണെങ്കിൽ ഗുണിക്കുക. എത്ര കൊണ്ട് ഗുണിക്കണം ഹരിക്കണം എന്നുള്ളത് നമ്മുടെ ഈ ബേസിക് ഇതനുസരിച്ചിട്ടാണ്. അതായത് 1000 ഗ്രാം 1 കിലോഗ്രാം, 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ, 1000 മീറ്റർ 1 കിലോമീറ്റർ. ഈ കാര്യം അറിഞ്ഞാലാണ് നമുക്കിവിടെ എത്ര കൊണ്ട് ഗുണിക്കണം ഹരിക്കണം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ യൂണിറ്റ് കൺവേർഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഉണ്ട് ഇതുപോലെ കൺവേർട്ട് ചെയ്യുന്നത്, സമയത്തിൻ്റെയും ദൂരത്തിൻ്റെയും എല്ലാം ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിലായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.